പറയുന്ന വോയിസ് നമ്മുടെ കയ്യിലെ വോയിസ് കേൾപ്പിക്കുന്നില്ല. കാണിച്ചു കൊടുത്തു. അത് വോയിസ് കേൾപ്പിക്കാത്ത. അതായത് ഇവരാരും നമ്മളെ ആരും ഒരു കിണയും കേൾപ്പിക്കത്തില്ല. ഇവർ പറയും ഞങ്ങളുടെ ഇതുണ്ട്, ഞങ്ങളുടെ അതുണ്ട്. മറ്റേ ഓരോ രാജ്യങ്ങളും നമ്മുടെ അണുകുണ്ടുണ്ട്, ആറ്റം ബോംബുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇവർ പറയും ഞങ്ങളുടെ അതുണ്ട്, ഞങ്ങളുടെ ഇതുണ്ട്, ഇതാ ഇപ്പം ഇറക്കി വിടും, ഇപ്പം ഞങ്ങൾ പറയും എന്ന് പറയും. പക്ഷെ ഒന്നും പറയത്തില്ല. കല്യാണം നിർത്തി തരില്ല. പലരോടെയും കാലിൽ പോയി പിടിച്ചാല്, പലരോടും പോയി മിണ്ടിയാലേ ഈ കല്യാണം നടത്തി തരൂ, അല്ലെങ്കിൽ നടത്തി തരില്ല എന്ന് വ്യക്തമായി. അത് മാത്രല്ല, ഈ ആരാണ് ഈ പലരോടും? പലരുടെയും കാല് പിടിച്ചാലേ തരത്തുള്ളൂ. ഈ പലരാരാന്ന് കണ്ടു നിൽക്കുന്ന വ്യൂവേഴ്സിനോട് പറയാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് ഈ പലരുടെ കാര്യം ഇവിടെ തിന്നത്തോട്ടിടുന്നത്? എനിക്ക് ഇതൊക്കെ സംശയം. ആ ഒരു ഫാമിലി തകർന്നു പോയി. ആ ഒരു ബോണ്ട് ആ ബോണ്ട് ഇല്ല. സത്യം പറഞ്ഞാല് ആ ബോണ്ട ഇല്ലാത്തതിന്റെ കാരണം നിങ്ങളൊക്കെ തന്നെ അല്ലയോ? എന്തുകൊണ്ടാണ് ആ ബോണ്ട പോയത്? ഓരോ കണ്ണന്തിരിവ് കാണിച്ചിട്ട് ബോണ്ട പോയി, ജിലേബി പോയി, മൊട്ട പപ്സ് പോയി എന്ന് പറഞ്ഞിട്ട് കഥയുണ്ടോ? ഈ ഫോൺ തിരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള തെളിവുണ്ട്. തിരിക്കൊന്ന് ആ ഫോണൊന്ന് തിരിക്കി, അതെങ്കിലും ഒന്ന് ചെയ്യും. നിങ്ങളാരെങ്കിലും ആ ഫോണൊന്ന് തിരിക്കി. ആ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വമധ്യ കേസെടുക്കുന്ന ആ ഫോട്ടോ നീയെങ്കിലും ഒന്ന് കാണിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിക്കുവോ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഈ ഫോൺ തിരുത്തി കഴിഞ്ഞാൽ അത് ആരാണ് എന്താണെന്നുള്ള കൃത്യമായുള്ള ഇത് വരും. ആ ഫോൺ നിങ്ങളൊന്ന് തിരിക്കാമോ? ഇല്ല, എനിക്ക് അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. ആ ഫോണൊന്ന് നിങ്ങൾ തിരിക്കാമോ? ഇത് മറ്റേ ഇല്ല പടത്തിനകത്ത് തേങ്ങ വെച്ചിട്ട് ഇത് പൊട്ടുമ്പോൾ ഇപ്പം അവൻ്റെ തല പൊട്ടും. ഈ തേങ്ങ ഞാൻ ഇപ്പം ഉടയ്ക്കും, ദേ ഉടയ്ക്കാൻ പോവാണ്, അവൻ്റെ തല ഇപ്പം പൊട്ടും. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടംബലം നോക്കാതെ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കി പ്ലഗിനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിൻ്റെ കൂടെ ഇതിങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കമൻറ്റ് ബോക്സിലും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ റീച്ച് ആകാൻ എനിക്കത് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ജാടയില്ലാത്ത ടീംസ് ഒന്ന് ഉപകരിച്ചേരെ. ഇനി നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഉപ്പും മുളകും ലൈറ്റ് ടീമിൻ്റെ ഒരു വിഷയമായിട്ട് തന്നെയാണ്. എൻ്റെ പൊന്നനിയെ ഇത് പ്രതികരിക്കാണ്ട് പറ്റില്ല. പ്രതികരണമല്ല, നമ്മളൊരു അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. അഭിപ്രായം പറയാതെ പറ്റത്തില്ലെന്നൊരവസ്ഥയിലാണ്. ഈ ഉപ്പും മുളകും ലൈറ്റിനെ കുറിച്ച് അറിയാത്തവർ വളരെ വിരളമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയിൽ ആദ്യത്തെ മകളുടെ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേനും ആ മകൾ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. രണ്ടാമത്തെ മകളുടെ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേനും ആ രണ്ടാമത്തെ മകൾ കല്യാണം ഉറപ്പിച്ച ആളുടെ കൂടെ തന്നെ ഒളിച്ചോടിപ്പോയി. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. കല്യാണം നടത്തി കൊടുക്കും എന്ന് പറയുന്നു, കല്യാണം നടത്തി കൊടുക്കില്ലെന്ന് പറയുന്നു, ഈ ചെറുക്കൻ കൂടോത്രം എന്ന് പറയുന്നു, ഈ ചെറുക്കൻ വേറെ ഏതോ സെലിബ്രിറ്റിയായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു, എന്തൊക്കെയോ നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്മയും അച്ഛനെ ഞാൻ വിട്ട്, അവരുടെ രോദന നമ്മൾ മനസ്സിലാക്കി അവരെ ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല. അവരെന്തരോ പറയട്ടെ. ഈ രണ്ട് സഹോദരിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നൊരു സാഹചര്യമാണ്. അതിനകത്ത് മൂത്ത പെങ്ങൾ പറയുന്ന കുറച്ച് സാധനങ്ങളും അതിന് ഇളയ പെങ്ങൾ പറയുന്ന കുറച്ച് സാധനങ്ങളും ഒക്കെ മിക്സ് ചെയ്തൊരു ഒരു അവിയൽ സാധനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് വിളമ്പാൻ പോകുന്നത്. ഇതാണ്ട കണ്ടോ. ഇഷ്ടമാണ് എന്റെ അക്കനോട് എന്ത് പറയണമെന്നുള്ള എന്റെ ഇഷ്ടമാണ്. ഇടപെടണമെന്ന് പറയുന്നത് നീ സംസാരിച്ചോണ്ട് ഇത് എന്റെ ഫോണിലാണ്. അവളെ ഇഷ്ടം പറഞ്ഞു ഞാൻ പറഞ്ഞു നീ സംസാരിച്ചോണ്ട് എന്റെ ഫോണിലാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു തന്നെ പറയും. എനിക്ക് ദേഷ്യം ഞാൻ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. അതായത് ഈ പുള്ളിക്കാരുടെ ഫോണിൽ നിന്ന് അനിയത്തി കെട്ടാൻ പോകുന്ന ചെറുക്കനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തിനാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ ചകടേ. ഓൾറെഡി അനിയത്തിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ ഈ പുള്ളിക്കാരനും പിടിച്ച് ബ്ലോക്കാക്കി വെച്ചേക്കാണ്. ആ കേസൊക്കെ എന്തൊരു വാട്ട്. അപ്പോൾ സംസാരിച്ചപ്പോഴത്തേനും പറഞ്ഞ് എൻ്റെ ഫോണിൽ നിന്നാണ് സംസാരിക്കുന്നത്, അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞ്. ബാക്കി കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞു? ഇപ്പൊ അവള് പറഞ്ഞു അച്ഛനോട് എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു കുഞ്ഞാണ്ടി ഈ കാറിൽ നിന്നിട്ട് നിനക്ക് എന്നെ കളിയാക്കാൻ പറ്റില്ല, എന്റെ കാറാണ്, ഞങ്ങളെ കളിയാക്കാൻ പറ്റില്ല. ഈ കാറിൽ നിന്നിട്ട് ഞങ്ങൾ കളിയാക്കാൻ പറ്റില്ല. എന്റെ കാറിൽ നിന്നിട്ട് എന്റെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ലാതെ അവൾ ഇറക്കി വിടണമെന്നില്ല. അവൾ സമാധാനത്തോട് എന്റെ വീട്ടിൽ ഈ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് അവൾ ഇറങ്ങിയിട്ടുള്ളത്. അതായത് ആ അനിയത്തി, അതായത് ഇപ്പോൾ ഒളിച്ചോടിപ്പോയ കുട്ടി പറയുന്നുണ്ടായിരുന്നു, കുട്ടിയെ കാറിൽ നിന്ന് ഇറക്കി വിടും, എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും, ഞാൻ എവിടെ ഇറങ്ങിപ്പോകാൻ പറയും, അവിടെ ഇറങ്ങിപ്പോകണമെന്ന് പറയുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. കാരണം എൻ്റെ കാറിലിരുന്ന് എന്നെ കളിയാക്കാൻ പാടില്ല, മനസ്സിലായോ? നിൻ്റെ കാറിലിരുന്ന് നീ വേണം നിന്നെ കളിയാക്കിക്കോ, പക്ഷേ എൻ്റെ കാറിലിരുന്ന് എന്നെ കളിയാക്കാൻ പറ്റത്തില്ല. ഇത് മറ്റേ സുരേഷ് ഗോപി സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പാർലമെൻറ്റിലെ കാര്യം ചോദിക്കണം, റഷ്യയിൽ നിന്ന് വരുമ്പോൾ റഷ്യയിലെ കാര്യം ചോദിക്കണം. അതുപോലെ എൻ്റെ കാറിലിരുന്ന് എന്നെ പറയില്ല, നീ നിൻ്റെ കാറിലിരുന്ന് എന്നെയോ നിന്നെയോ ആരെയാണെങ്കിലും പറഞ്ഞു. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഇതൊന്നും വന്ന് ഇതിനകത്ത് വിളിച്ച് കൂകരുത്.
രണ്ട് കളിയാക്കുന്ന നിങ്ങൾ സഹോദരങ്ങളല്ലേ, ചിലപ്പോൾ കളിയാക്കും, ചിലപ്പോൾ സന്തോഷമായിട്ടിരിക്കും. അത് ഒരു ടോണിലെടുക്കും. വഴക്കിടുമ്പോൾ ഞാൻ എൻ്റെ സഹോദരനോടോ സഹോദരിയോടോ പറയുക, എൻ്റെ വണ്ടി ഇരുന്ന് എന്നെ എന്തെങ്കിലും വേണ്ടി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇറക്കി വിടും എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഫീലാവും. അതുപോലെ തന്നെ അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇവർക്കിത് ഫീൽ. ഇതിപ്പം നമ്മൾ ആരുടെ കൂടെ നിൽക്കും? ഇത് മൊത്തം കോണസ്റ്റ് ടീമാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇതിനകത്തുള്ളൂ. നമുക്കിനി അനിയത്തിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അനിയത്തി എന്താണ് ഇനി പറയുന്നത്? ഇതല്ല കേട്ടോ, വേറൊരു സംഭവം. ഇവരുടെ വീട്ടിൽ നടന്ന മറ്റൊരു സംഭവത്തിനെ കുറിച്ച് അവർ ന്യായീകരിക്കുന്ന സാധനം നമുക്ക് എത്തി നോക്കാം. ഇത് നമ്മുടെ അത്രയും വലിയ സിറ്റുവേഷൻ കൊണ്ടാണ് ഈ സംഭവം നടന്നത്. പിന്നെ പലരും പറയുന്നത് കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ പറയുന്ന വോയിസ് നമ്മുടെ കയ്യിലെ വോയിസ് കേൾപ്പിക്കുന്നില്ല. കാണിച്ചു കൊടുത്തു. അത് വോയിസ് കേൾപ്പിക്കാത്ത അതായത് ഇവരാരും നമ്മളെ ആരും ഒരു കിണയും കേൾപ്പിക്കത്തില്ല. ഇവർ പറയും ഞങ്ങളുടെ ഇതുണ്ട്, ഞങ്ങളുടെ അതുണ്ട്. മറ്റേ ഓരോ രാജ്യങ്ങളും നമ്മുടെ അണുകുണ്ടുണ്ട്, ആറ്റം ബോംബുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇവർ പറയും ഞങ്ങളുടെ അതുണ്ട്, ഞങ്ങളുടെ ഇതുണ്ട്, ഇതാ ഇപ്പോൾ ഇറക്കി വിടും, ഇപ്പം ഞങ്ങൾ പറയും എന്ന് പറയും. പക്ഷെ ഒന്നും പറയത്തില്ല. എന്തോ ഒരു സാധനം ഇവരുടെയിലുണ്ട്, അത് ഇവർ പണയാനൊന്നും പോകുന്നില്ല. ഇത്രയും 1 2 3 4 5 6 7 8 ഈ 8 വോയിസ് അത് അവർക്ക് അറിയില്ല. കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ വോയിസ് ഓൺ ആക്കിയിട്ട് എനിക്ക് അയച്ചതാണ്. വളരെ നല്ല കാര്യം. അതായത് അച്ഛനും അമ്മയും സഹോദരി ഉണ്ടെന്ന് അറിയത്തില്ല, വഴക്കിടുന്ന സമയത്ത് നിൻ്റെ കല്യാണം നടത്തി തരത്തില്ലെന്നൊക്കെ പറഞ്ഞ സാധനം അവിടുന്ന് അവരറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് ഇവൻ്റെ കുറ്റം പറയുന്നത് ഇവൻ അയച്ചു കൊടുത്തു. എൻ്റെ പൊന്ന് സഹോദരി, ഈ നാളെ നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ ഈ ചെറുക്കനോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മനസ്സിൽ ഇത് കിടക്കത്തില്ലേ? അപ്പനും അമ്മ എന്നെ ഇതാ പറഞ്ഞത്. എന്തെങ്കിലും ഒരു കാലത്ത് ഇവന് പൂർണ്ണ മനസ്സോടെ ആ വീട്ടിലോട്ട് കയറി ചെല്ലാൻ സാധിക്കുമോ? നിങ്ങൾ ഈ പ്രശ്നം തീർക്കാനല്ല, ഇത് കൂടുതൽ കുളവാക്കി കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതെല്ലാം പറയാതിരുന്നാൽ തന്നെ പകുതി പ്രശ്നം തീരാനുള്ള സാധ്യതകളുണ്ട്. സോ അവരറിയാതെ അവർ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് ഇവൻ അയച്ച് ഇവൻ പറയാതെ അവൻ പറയുന്നത് എന്താണോ എന്തോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഫോണിൽ കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ അപ്പൊ തന്നെ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ കല്യാണം നിർത്തി തരില്ല. പലരോടെയും കാലിൽ പോയി പിടിച്ചാലേ, പലരോടും പോയി മിണ്ടിയാലേ ഈ കല്യാണം നടത്തി തരൂ അല്ലെങ്കിൽ നടത്തി തരില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈ ആരാണ് ഈ പലരോടും? പലരുടെയും കാല് പിടിച്ചാലേ തരത്തുള്ളൂ. ഈ പലരാരാന്ന് നീ കണ്ടു നിൽക്കുന്ന വ്യൂവേഴ്സിനോട് പറയാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് ഈ പലരുടെ കാര്യം ഇവിടെ തിന്നത്തോട്ടിടുന്നത്? എനിക്കിതൊക്കെ സംശയം. നിങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരു സാധനം എന്തിനാണ് ഹിൻഡ് കൊടുത്ത് പറയാൻ നിൽക്കുന്നത്? അപ്പോൾ ആൾക്കാരത് പലതും ഗസ് ചെയ്തും പലതിലോട്ടും പോകും, പല ആൾക്കാരെയും ബ്ലെയിം ചെയ്യും. നിങ്ങൾക്ക് പണയാൻ പറ്റത്തില്ലേ, പണയാതിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തുടർന്നങ്ങ് പണയണം. ബാഡ് മീനിങ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ വൃത്തികെട്ട രീതിയിലുള്ള ബാഡ് മീനിങ് കിടക്കണേ. ഞാൻ ഇവരുടെ പറയണില്ലേ എന്നുള്ള വയലൻസ് പറയണില്ലേ? ഇതൊക്കെ വയലൻസ് അല്ല, പിന്നെ എന്താ ഈ വയലൻസ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള എൻഗേജ്മെൻ്റ് ഒക്കെ സെറ്റപ്പ് ആയപ്പോഴത്തേനും ആ പുള്ളിക്കാരൻ എന്തൊക്കെയോ സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാമിലിട്ട് അതിനകത്ത് മാർക്കോടൊരു പടമിട്ട്. ഇത് ഇവർ പറയുന്നത് അത് വയലൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുക്കൻ ഭയങ്കര വയലൻസ് ആണെന്നാണ് ചേച്ചിയുടെ വീട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു ദൈവത്തിൻ്റെ പടമിട്ടപ്പോഴത്തേനും അവർ പറയുന്നത് അത് കൂടോത്രം ചെയ്യാം. കൂടോത്രം ഞാൻ കാണിക്കാം. നിങ്ങൾ കൂടോത്രം കേട്ടോ, കൂടോത്രം കേൾക്കണം നിങ്ങൾ. ഞാനിത് എന്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും, തട്ടും, കൂടോത്രം ചെയ്യും. എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവ അവന്റെ വീട്ടിൽ കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. എന്തോ 1000 കൂടോത്രം ഉണ്ടായാലും 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്തോ ഉണ്ടാവും, എന്തോ ഗുളികൻ എന്തോ ഉണ്ടാവും, എന്തോ പാരസിറ്റമോൾ ആയിരിക്കും ഈ ഗുളിക വരുന്നത്. എൻ്റെ പൊന്നളിയ, ഈ ദുരാചാരവും അന്ധവിശ്വാസവും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. 100% സാക്ഷരതയുള്ള നാടാണ്, വിവരമുള്ള കൊമ്പത്തിരിക്കുന്ന പുള്ളികളുള്ള നാടാണ്. ഈ നാട്ടിലാണ് മൊത്തം കൂടോത്രം, അപ്പനെ കൂടോത്രം ചെയ്ത് വധിക്കുന്നു, മറ്റേ ലൂസിഫറിനെ വിളിച്ചു വരുത്താനായിട്ട് ഇത് കുടുംബത്തിനെതിരെ കൂടോത്രം ചെയ്യുന്നത് എന്തോന്നൊക്കെയാടാ നിങ്ങൾ. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾക്ക് വിവരമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പണ്ട് വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞാണ്. ഞാൻ വിവേകാനന്ദന് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പിന്നെ അവനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവനെന്തെങ്കിലും വിഷമം തോന്നിയാൽ അവരോട് ഈ ഗുളികൻ പെരുമാറുന്നൊക്കെ ഇവളെന്നെയാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ് ഇത്. എന്നിട്ടാണ് ഈ ഗുളികയുടെ ഫോട്ടോ ആ ഗുളികയുടെ എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല കേട്ടാ.
അപ്പോൾ ഇത് ഉടനെ ഒന്നും തീരാനുള്ള പരിപാടിയില്ല. ഇത് പണ്ട് ഏഷ്യാനെറ്റിലൊക്കെ വന്നുകൊണ്ടിരുന്ന കുടുംബ സീരിയൽ പോലെ ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകും. അതായത് ഒരു കുടുംബ സീരിയലിൽ ഒരു കുട്ടി പ്രസവിക്കണമെങ്കിൽ 10 മാസം നോർമൽ ഡെലിവറി, പക്ഷേ ഇവരുടെ ഒരു സീരിയലിൽ പ്രസവിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 12 വർഷമെങ്കിലും എടുക്കും. ആ ഒരു പ്രക്രിയയാണ് ഇവരിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ പ്രശ്നം തീരണമെങ്കിൽ ഇന്നിവിടെ പറയും, നാളെ അവിടെ പറയും, അവരിവിടെ പറയും, ഇവരവിടെ പറയും. ഇതിങ്ങനെ ഒരു 10-12 കൊല്ലം ഇവർ നീട്ടിക്കൊണ്ടുപോകും. അപ്പോഴത്തേന് എല്ലാവരും എക്സ്പയറി ഡേറ്റ് ആവും, കാണുന്ന വ്യൂവേഴ്സും ഇവരും എല്ലാം. അപ്പോൾ പ്രശ്നം തീർന്നു കിട്ടും. കാണിച്ചല്ല, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ എന്തെങ്കിലും ഇത് ഇടപെടാതെ ഇരുന്ന കാര്യമാണ്. പക്ഷെ ഈ വീഡിയോ ആരെയും കണ്ടുണ്ടോന്ന് അറിയില്ല, നമുക്ക് ഈ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. ഈ ഒരു ഗുളികന്റെ സ്റ്റാറ്റസ്, പിന്നെ അതുപോലെ ഈ കുട്ടിച്ചാണങ്ക വെച്ചാൽ കാവില് പോയിട്ടാണ് കൂടോത്രം ഇങ്ങനെ ചെയ്യുന്നത്, മാസിലെ വീട്ടുകാർക്ക് ആർക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ പ്രശ്നം ഉണ്ടായിട്ട് പിറ്റേ ദിവസം ആ വ്യക്തി അങ്ങോട്ട് പിറ്റേന്റെ പിറ്റേ ദിവസമാണ് ഈ അമ്പലത്തിൽ പോയിട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുക. ഇവിടെ അമ്പലത്തിൽ പോകുന്നത് പ്രശ്നമാണോ? ഇവിടെ പോകാതിരിക്കുന്നതല്ലേ പ്രശ്നം. ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. ഈ പണ്ടാരം എൻ്റെ ഫാദറിനിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ കിണ്ണത്തിനകത്ത് കോഴിത്തലയിട്ട് അടച്ച് പട്ടുതുണി ചുറ്റി, ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പൊന്നളിയാ, കൂടോത്രം ചെയ്യണമെങ്കിൽ എന്നെ വിട്ടേരെ, ഞാൻ അനുഭവസ്ഥനാണ്. പിന്നെ മാർക്കോ സിനിമയുടെ വയലൻസ് ചെയ്തിട്ടല്ലോ ഇട്ടിരിക്കണേന്ന് പറയും. പക്ഷെ ഇങ്ങനെ അതെ, ആരെ മെൻഷൻ ചെയ്തിട്ടല്ലോ ഇട്ടിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോടെ പടം ഇട്ട് കഴിഞ്ഞ ഉടനെ വയലൻസ് ആയോ? അപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ മാളികപ്പുറം ഇട്ട് കഴിഞ്ഞ ഉടനെ ഭക്തിമാർഗമായോ? നിങ്ങൾ ഈ സിനിമ പോസ്റ്റർ വെച്ചിട്ടാണോ ഓരോരുത്തൻ്റെ ക്യാരക്ടർ വിലയിരുത്തുന്നത്? ഒന്നും ഇടാത്തൊരു വ്യക്തി, ആളെ കുറെ സ്റ്റാറ്റസ്, ആരെ ഫ്രണ്ട്സുകളോട് കാണുമ്പോൾ സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തി, ഈ പ്രശ്നം ഉണ്ടായി അന്ന് മുതൽ ഈ സ്റ്റാറ്റസ് ഇടുക. പ്രശ്നം അന്ന് മുതൽ ഇങ്ങനെ ഓരോന്ന് ഇടുക. എന്റെ കൂടപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വയലൻസ് എന്തെന്ന്. അവരുടെ കൂടപ്പുറക്കളോട് അവന്റെ വീട്ടുകാരോട് ചെയ്യുന്ന കൂടപ്പുറങ്ങളുടെ കണക്കും സ്റ്റാറ്റസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത്രയും വയലൻസ് ആണെങ്കിൽ ഈ കൂടപ്പുറപ്പന്തിന് അവൻ്റെ കൂടെ ഇറങ്ങി പോയേ. അപ്പോൾ എന്തൊരു സാധനം ഉണ്ട്. ഇപ്പം ഞാൻ അവരെ ന്യായീകരിച്ച് പറയുന്നില്ല, അവരെ ന്യായീകരിക്കാൻ പറയത്തില്ല, ഇവരെ ന്യായീകരിച്ച് പറയാൻ പറ്റത്തില്ല, മറ്റേ അവരെ ന്യായീകരിച്ച് പറയാൻ പറ്റത്തില്ല. ഇത് ആരെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചം ഹോൾമാർക്ക് 916 മുദ്ര പതിപ്പിച്ച ടീംസാണ് ഇവരെല്ലാം. ഇനി ഈ കൂടോത്രത്തിൻ്റെ മറുപടി മറ്റേ പുള്ളി പറയുന്നുണ്ട്. അത് ഇതിനേലും കോംപ്ലിക്കേറ്റഡ് സാധനം കേട്ടോ. ട്രഡീഷണൽ ഡ്രസ്സിലും ഇപ്പോഴും വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ല, ആ 2 പേര് ഞാൻ പറയണില്ല, ആ 2 ആൾക്കാരെ കളിച്ച കളി ഉണ്ടല്ലോ, ആ ഒരു ഫാമിലി തകർന്നു പോയി. ആ ഒരു ബോണ്ട് ഉണ്ട്, ആ ബോണ്ട് ഇപ്പൊ ഇല്ല. സത്യം പറഞ്ഞാല് ആ ബോണ്ട ഇല്ലാത്തതിൻ്റെ കാരണം നിങ്ങളൊക്കെ തന്നെ അല്ലയോ? എന്തുകൊണ്ടാണ് ആ ബോണ്ട പോയത്? ഓരോ കണ്ണന്തിരിവ് കാണിച്ചിട്ട് ബോണ്ട പോയി, ജിലേബി പോയി, മൊട്ടപപ്സ് പോയി എന്ന് പറഞ്ഞിട്ട് കഥയുണ്ടോ? ആ ബോണ്ട ഒരിക്കലും വരാതിരിക്കാനുള്ള പരിപാടികളാണ് നിങ്ങളെല്ലാം വാരി എറിയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്ന് ചളിവാരി എറിയുന്നൊരു സാധനമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോണ്ട ഒരു കാലത്തും ഒന്നിക്കാൻ പോകുന്നില്ല. ആ ചാനലെടുത്ത് നോക്കാം, നമുക്ക് ഗുരുവായൂർ കണ്ടത്. ഇതൊക്കെ ഈ പറഞ്ഞ മറ്റേ പെൺകുട്ടിയുടെ കേസൊക്കെ ആണെങ്കിൽ അതൊക്കെ മുന്നാണത്. ഇന്ന് പെൺകുട്ടിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഏതോ ഒരു സെലിബ്രിറ്റി, ഇപ്പോഴത്തെ ഏതോ ഒരു സെലിബ്രിറ്റി പെൺകുട്ടിയുമായിട്ട് അശ്ലീല ചാറ്റുകൾ നടത്തിയിട്ടുണ്ടെന്ന് ഇവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇവരുടെ മാതാപിതാക്കളൊക്കെ പറയുന്നത്. ഈ പുള്ളിക്കാരനെ സമ്മതിക്കുന്നുണ്ട്, എനിക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന്. ക്വയറ്റ് സ്വാഭാവികം. ആ പ്രശ്നം തീർന്ന് ഇവരൊന്നിച്ച് ജീവിക്കട്ടെ, ഇവരെങ്കിലും നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുക. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കണം. നിങ്ങൾ അവരെ ചെളിവാരി എറിഞ്ഞ് ജീവിക്കരുത്. അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ എന്ത് ചെയ്ത് ഗുരുവായൂർ വന്ന് ഇപ്പി പറഞ്ഞ ആവണങ്ങാട്ട് പോയിട്ടുള്ള വീഡിയോസ്, പല ഈ പ്രശ്നങ്ങള് അതിന്റെ ഇടയിലും പലരും ഉണ്ടാക്കുന്നുണ്ട്. പലതും പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ ആരുണ്ടാക്കുന്ന ഈ പ്രശ്നം? നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നേ. നിങ്ങൾ തന്നെയാണ് അതും ഇതുമെല്ലാം വന്നിരുന്ന് പറയുന്നതും. 2 പേര് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കി, 3 പേരാണ് ഞങ്ങളുടെ കുടുംബത്തെ തീർത്തത്, 4 പേര് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ 5ാമത്തെ ആൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ 6ാമത്തെ ആൾ തലയും കുത്തി നിന്നപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ. നമ്മൾ ആരും വന്നിട്ട് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വന്ന് തല കുത്തിക്കരച്ച് എത്തി നോക്കാറൊന്നുമില്ല. എന്ത് പറഞ്ഞു വന്നാലും അവ അങ്ങനെയാണ്, അവ ഇങ്ങനെയാണ്, അവൻ നമ്മളായിട്ട് ചെയ്യാം, നമ്മളായിട്ട് മിണ്ടില്ല, അവൻ അങ്ങനെ ചെയ്യാം, കൂടോത്രക്കാരനാണ്. എന്തിനാണ് ഇങ്ങനെ ഒരാളെ കുറ്റം പറയുന്നത് കറക്റ്റ് അറിയാതെ? എന്ത് കൂടോത്രം ചെയ്തന്നെ? ഒരു തെളിവ് കൊണ്ടുപോവാ കൂടോത്രം ചെയ്തന്നെ. അവരെ കുട്ടി വീണ് കഴിഞ്ഞാൽ കൂടോത്രം ചെയ്തിട്ട് അവിടെ മീൻ ചത്തപ്പോ കൂടോത്രം ചെയ്തിട്ട് എന്തുണ്ടായാലും കൂടോത്രം ചെയ്തിട്ട് ഒന്നാമത്തെ കഴിഞ്ഞ് ഈ ആളെ അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ എത്രയോ നാളുകളായി. അന്ന് ഞങ്ങളെല്ലാരും ചാനലിൽ എടുക്കണം. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ല, January 2 ഞങ്ങളെല്ലാരും കൂടി ഫാമിലി ആയിട്ട് അവളെങ്ങാണ്ട് പോയത്. അതിന്റെ ശേഷം തിരിച്ച ആള് പോയിട്ടില്ല. ഈ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അത് കൂടോത്രമാണ്, അത് സാത്താൻ്റെ അറ്റാക്കാണ്, അത് ദൈവാനുഗ്രഹം ഇല്ലാത്തതാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ നമ്മളെ പല അന്ധവിശ്വാസത്തിലേക്കും കൊണ്ടെത്തിക്കും. ഇതൊക്കെയാണ് ഈ 2025 തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കൂടോത്രം അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് കിട്ടിക്കോളും. അത്
ഇത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇട്ട് വലിച്ച് പറിച്ച്. അതിനുശേഷം പലരും പോയിട്ടുണ്ട് അവിടേക്ക്, ആള് പോയിട്ടില്ല. എന്നിട്ട് കൂടത്ര മന്ത്രം ചെയ്യുന്ന ആൾക്കാർ വയലൻസ്. ഞാൻ എന്ത് വയലൻസ് കാണിക്കേണ്ട കാരണം എന്താണെന്ന് അറിയോ? കാണിക്കണോ? നീ ഇപ്പൊ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വേണ്ട, ഇത് വേണ്ട, കാണിക്കണോ? വേണ്ട. എന്തേ? ആ കൊച്ചു പേടിച്ച് ശരിക്കും വയലൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടൻ കലിപ്പനാ, മറ്റേത് കാന്താരി ആകാതിരുന്നാൽ മതി. ചേട്ടൻ കലിപ്പിക്കുന്നുണ്ട്, അപ്പൊ വയലൻസ് ഉണ്ട്, സത്യമാണ് സംഭവം. അപ്പൊ നമ്മുടെ വീഡിയോ സ്പേസ് ഫോണിൽ കുറവാണ്. സ്പേസ് തീരുന്നത് പോലെയാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്. 1 TB ഒക്കെയാണ് ഇവർ വീഡിയോ എടുത്ത് തീർക്കുന്നത്. ഒരാളുടെ വീഡിയോ 50 മിനിറ്റ്, ഒരാളുടെ വീഡിയോ 49 മിനിറ്റ്, ഒരാളുടെ വീഡിയോ 35 മിനിറ്റ്. ഇത് വല്ല മനസ്സിലാകണമെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോ കാണണം, അത് വല്ല മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണണം. ഇവരെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ വീഡിയോ ഇട്ട സമയം മുതൽ കണ്ടുവരണം. ഇതൊക്കെയാണ് ഒരവസ്ഥ. ഇനി ഇതിനകത്ത് മെയിൻ ട്വിസ്റ്റ് ഇതൊന്നുമല്ല, കാണിച്ചു തരാം. എന്നോട് ഈ പറഞ്ഞ വ്യക്തി, ഇപ്പൊ പറയില്ല, എന്റെ സഹോദരി എന്നോട് പറഞ്ഞു. അതായത് ഏതോ പറഞ്ഞ വ്യക്തി അതും പറയുന്നില്ല. പിന്നെ നിങ്ങൾ എന്താണ് ഇതിനകത്തൊക്കെ വന്നിരുന്ന് പറയുന്നത്? അത് പറയാൻ പറ്റത്തില്ല, ഇത് പറയാൻ പറ്റത്തില്ല, അവരെ പറയത്തില്ല, ഇവരെ പറയത്തില്ല, പക്ഷേ ഞങ്ങൾ ഇത് പറയും, അത് പറയും, ഇത് പറയും. ഇതെന്താണിത്? നിങ്ങളൊന്നെങ്കിൽ അങ്ങ് പണ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് പണയാണ്ടിരിക്കുക. ഇപ്പം എന്തിനാണ് ബാക്കി വ്യൂവേഴ്സിനെ പൊട്ടന്മാരാക്കുന്നത്? നിങ്ങളൊന്നെങ്കിൽ അങ്ങ് പണഞ്ഞ് തൊലക്കി. അത് അവനാ, അതിവനാ, അത് തീർക്കവിടങ്ങ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും അത് കാണുന്ന ആൾക്കാർ പലരെയും അത് ഫോക്കസ് ചെയ്യും. ഇത് മനസ്സാ വാച കർണാടക അറിയാത്തവരെയൊക്കെ ഇതിനകത്ത് കൊണ്ട് ബലിയാടാക്കരുത്. ചേച്ചി ഈ വ്യക്തിയോടും ചോദിച്ചു നോക്ക്, ആളും കൊടുങ്ങല്ലൂരാണല്ലോ എന്ന്. ആ പെൺകുട്ടിയുടെ പേരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ആരുടെയെങ്കിലും പേര് പറയുമോ? അല്ല, നിങ്ങളുടെ പേരെന്താണ് സത്യത്തിൽ? അതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇത് ആരുടെയെങ്കിലും ഒരാളെ പേരൊന്ന് പണയാമോ? എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവരും വന്നിട്ട് ഞങ്ങളത് പറയത്തില്ല, ഞങ്ങളിത് പറയത്തില്ല, ഞങ്ങളത് പറയത്തില്ല. ശരി, പിന്നെ എന്താണ് നിങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ആള് അത്യാവശ്യം സെലിബ്രിറ്റി ആയി പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ആ പേര് ഇതിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്വേഷിക്കാൻ പറഞ്ഞു, ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ആളെ വിളിച്ചു, എടുക്കണില്ല, കിട്ടിയില്ല. അപ്പൊ ഇതില് ആ ഒരു വ്യക്തി ആദ്യം പറഞ്ഞത് ഷെബിനാണ് ഇതിന്റെ പിന്നില് വന്നത് എന്നുള്ളതാണ്. ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് ഇതിന്റെ പ്രൂഫ് വന്നത് എനിക്കാണെന്നുള്ള പണിക്കാണെന്നാ പറഞ്ഞത്. ഷെബിൻ ഒരു പേര് അവർ ഫൈനലിൽ പറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഷെബിൻ്റെ പേര് അവർ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നു. ഷെബിനാ ചെറുക്കനാ കേട്ടോ, ആ കൂടിയിരിക്കുന്ന പയ്യൻ. പക്ഷെ ഇത് ഈ ഫോണ് തിരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള തെളിവുണ്ട്. തിരിക്കൊന്ന് ആ ഫോണൊന്ന് തിരിക്കി, അതെങ്കിലും ഒന്ന് ചെയ്യും. നിങ്ങളാരെങ്കിലും ആ ഫോണൊന്ന് തിരിക്കി, എന്തോ അതിനകത്തുനിന്നുള്ളതൊന്ന് കാണട്ടെ, തിരിക്കി. ഇത് ആരുടെ ഫോണിക്കാം? ഈ പറഞ്ഞ വ്യക്തിയുടെ നമ്പർ എന്റെ കയ്യിലില്ല. എന്റെ ഫോണിക്കാൻ വന്നത് എന്റെ കൂട്ടുകാരിയാണ്, അപ്പൊ എനിക്കാണ് അയച്ചത്. അപ്പൊ അല്ല, ആ ഒരു ക്ലാരിറ്റി ഞാൻ പറയട്ടെ. ഈ ഫോൺ എന്റേക്ക് വന്നു പറഞ്ഞത് ഈ ഫോൺ തിരുത്തി കഴിഞ്ഞാൽ അത് ആരാണ് എന്താണെന്നുള്ള കൃത്യമായുള്ള ഇത് വരും. ആ ഫോൺ നിങ്ങളൊന്ന് തിരിക്കാമോ? ഇല്ല, എനിക്ക് അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക. ആ ഫോണൊന്ന് നിങ്ങൾ തിരിക്കാമോ? ഇത് മറ്റേ ഇല്ല പടത്തിനകത്ത് തേങ്ങ വെച്ചിട്ട് ഇത് പൊട്ടുമ്പോൾ ഇപ്പം അവൻ്റെ തല പൊട്ടും, ഈ തേങ്ങ ഞാൻ ഇപ്പം ഉടയ്ക്കും, ദേ ഉടയ്ക്കാൻ പോവാണ്, അവൻ്റെ തല ഇപ്പം പൊട്ടും. അതുപോലാണ് ഈ ഫോൺ ഞാൻ ഇപ്പം തിരിക്കും. ഇത് തിരിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ഇത് ഞാൻ ഇപ്പം തിരിക്കും, ഇത് തിരിക്കാൻ പോവാ, അതേ പകുതി വരെ തിരിഞ്ഞ്. അനിയ ഒന്ന് തിരിക്കും നീ അത്, അല്ലെങ്കിൽ നീ അത് തിരിക്കത്തില്ലെന്ന് പറയാണ്ടിരിക്കുക. ഇത് ഏറ്റവും മൂലം മാത്രം പറയാനായിട്ട് കുറേ. അപ്പൊ അത് ഞാൻ തിരിക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ഇനി കാണേണ്ടവരാണ്. ഈ ഒരു ഇഷ്യൂ വലുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇനിയും കാണേണ്ടവരാണിത്, വഷളാക്കരുതെന്നൊക്കെയുള്ള ബോധം നമുക്കുണ്ട്. അത് തന്നെ വളരെ നല്ല കാര്യം. ഇനി ഈ ഫോൺ കാണിക്കലിന് മറുപടി വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ? മറുപടി വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഫോൺ കാണിയില്ല, ആ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വമധ്യ കേസ് എടുക്കും. സ്വമധ്യ കേസെടുക്കുന്ന ആ ഫോട്ടോ നീയെങ്കിലും ഒന്ന് കാണിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിക്കുമോ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഇതിനു വേണ്ടി ദേഷ്യം വന്നതുകൊണ്ട് ആരും ഒരു കിണയും പറയത്തുമില്ല. ചുമ്മാ ഇരുന്ന് ഞാനിപ്പം പൊട്ടിക്കും, ഞാൻ താണ്ട ഇപ്പം പൊട്ടിക്കും, ദേ ഞാൻ തിരി കൊളുത്തി, ഇപ്പം തീ കത്തിക്കൊണ്ടിരിക്കുക, ഇപ്പം പിടിക്കും. എടാ, എവനെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിക്കുക, ആരെങ്കിലും എന്തെങ്കിലും പുല്ലൊന്ന് പറ. കുഞ്ഞു പറഞ്ഞോണ്ട് മാത്രമേ കാണിക്കാൻ, കാരണം ആ ഒരു ഫോട്ടോ, ആ ഒരു കാര്യം കണ്ടതിന്റെ ശേഷമാണ് എന്നെ വിളിച്ചുകൊണ്ടുവരാൻ എനിക്ക് അത്ര ദേഷ്യവും ഈ പറഞ്ഞ വയലൻസും എല്ലാം വന്നത് ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ എന്റെ അമ്മ ശരിക്കും വീഡിയോ കണ്ടു. ഇത് ഈ ഫോട്ടോയ്ക്കകത്ത് ഇവർ പറയുന്ന ഫോട്ടോ മനസ്സിലായി, ആ കൊച്ചിനെ തല്ലിയിട്ടുള്ള സാധനം അതിൻ്റെ പാടുകളാണെന്നാണ് എനിക്ക് തോന്നണത്. നമുക്ക് ഊഹിക്കാനല്ലേ പറ്റൂ. ശരിയായ കാര്യം ഇവരാരും പണയത്തില്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾ പറയാനുള്ളതെല്ലാം സ്പഷ്ടമായിട്ട് പറയണം.
അല്ലെങ്കിൽ നിങ്ങളൊന്നും പറയരുത്. അതാണ് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊന്നും ഫാമിലി പ്രശ്നങ്ങൾ ഇതിനകത്ത് കൊണ്ടിടരുത്. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്നെപ്പോലുള്ളവന്മാർ ഇതുപോലെ വായി തോന്നിയ പല അപരാധങ്ങളും പറയും. ഇതെല്ലാം നിങ്ങൾ കേൾക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങിട്. നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഇനി അതുമല്ല യൂട്യൂബിൽ തന്നെ ചെയ്തേ പറ്റത്തുള്ളെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് അൺലിസ്റ്റഡ് ആയിട്ടുള്ള സാധനം അവർക്ക് അയച്ചോളൂ. അവരത് കണ്ടിട്ട് നിങ്ങൾക്ക് മറുപടി വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു തരും. ഇനി അതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മെമ്പേഴ്സിനായിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇത് നാട്ടുകാരെ മൊത്തം അറിയിക്കും, മൊത്തത്തിൽ നാണം കെടുത്തും. ഞങ്ങളാ നല്ലതെന്ന് വെള്ളപൂശം കുറയണം, അവരാ നല്ലതെന്ന് വെള്ളപൂശം കുറയണം, ഇവരാ നല്ലതെന്ന് വെള്ളപൂശം കുറയണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനമാണ് കപ്പലേറുന്നതെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ ഒരാളായിട്ട് പറയില്ല, ഈ അമ്മ അച്ഛനും ഉൾപ്പെടെ ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാണുന്നവർക്ക് ഇപ്പോൾ ഈ ഞാൻ പറയുന്ന പോലെ പല തോന്നിയ ദിവസവും പറഞ്ഞിട്ട് പോകാം. പക്ഷേ ഫൈനലി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അനുഭവിക്കുന്നത് നിങ്ങളാണ്. ബേസിക്കലി നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ യൂട്യൂബിൽ കിടന്ന് വീഡിയോ ഉണ്ടാക്കുന്ന പരിപാടി അങ്ങ് നിർത്ത്. നിങ്ങൾ പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഇതിനകത്തൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാണകം വാരി എറിഞ്ഞ് നിങ്ങളെ തന്നെ നാറ്റിക്കുന്നൊരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ 3 കൂട്ടരും, ഈ അച്ഛനമ്മയായാലും മൂത്ത ചേച്ചിയും ഭർത്താവും ആയാലും ഇളയ മോളും ഭർത്താവും ആയാലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത് ചെയ്യുന്ന മിക്ക എണ്ണത്തിൻ്റെ ഫാമിലിയിൽ പ്രശ്നങ്ങളാണ്. പക്ഷേ പുറമേ കാണിക്കുന്ന സന്തോഷം മാത്രമാണ്. അത് എല്ലാവരും മനസ്സിലാക്കിക്കോണം. ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ജീവിതം കണ്ടിട്ട് അത് അനുകരിക്കാൻ നടക്കുന്നവർക്കെല്ലാം അത് ബോധ്യം ഉണ്ടാവണം. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇവർ ആരുടെയെങ്കിലും പേര് എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമെങ്കിൽ ഞാൻ അതുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.